ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് സാരി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആരാധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാകട്ടെ അവളുടെ കബോർഡിനുള്ളിൽ സാരിയെല്ലാം തന്നെ എടുത്തു കൊണ്ടുവന്ന് വീടിന് വെളിയിലിട്ട് കത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവളുടെ ശരീരത്തിലെല്ലാം തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഫേസ് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് വരുത്തി വെക്കുന്ന ഒരു അപകടത്തെ പറ്റിയാണ് ഈ ഒരു മൂവിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. കഥ 6 മാസം മുന്നിലോട്ട് പോവുകയാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന കിട്ടു എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറിനെ കാണിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഒരു ദിവസം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കുറെ ആൾക്കൂട്ടം കാണുന്നുണ്ട്. അതിൽ കൂടുതൽ സ്ത്രീകളും മോഡേൺ വസ്ത്രങ്ങളും ചുരിദാറുമായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഒരാൾ മാത്രം സാരി ഉടുത്ത് നിൽക്കുന്നത് കിട്ടു കാണുന്നു. കിട്ടു ആണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ആരാധ്യയായിരുന്നു. സാരി ഉടുത്ത് നിൽക്കുന്ന അവളെ കണ്ടിട്ട് കിട്ടു ആണെങ്കിൽ മതിമറന്ന് നിന്ന് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. കൂടെ ഒരുപാട് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ പോകുന്നിടത്തെല്ലാം തന്നെ അവളുടെ പിറകെ തന്നെ അവൻ ഫോട്ടോ എടുക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവൾ എങ്ങോട്ട് പോയി അവൻ അത് കണ്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാക്കിലൂടെ അവൾ നടന്നു പോവുകയും ഒരു ടാക്സിയിൽ കയറി പോകുന്നതാണ് കാണുന്നത്. എന്നാൽ ആ ടാക്സിയെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങിയതും അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. ഒരുതരം കാമഭ്രാന്തോടു കൂടിയായിരുന്നു അവൻ അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അവൾ മിസ്സായ വിഷമത്തില് അവൻ വീട്ടിലേക്ക് എത്തി. തന്റെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എടുത്തിട്ട് ലാപ്ടോപ്പിലോട്ട് കയറ്റി അവളുടെ ഫോട്ടോസ് ഓരോന്ന് തന്നെ അവൻ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവളെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം വീണ്ടും വഴി വെച്ച് അവൻ അവളെ കാണുന്നുണ്ട്. കൂട്ടുകാരിയുടെ സ്കൂട്ടറിന്റെ ബാക്കിൽ കയറി പോകുന്ന അവളെ പിന്തുടർന്ന് അവനൊന്ന് പോകുന്നു. അങ്ങനെ അവളുടെ വീട് എവിടെയാണെന്ന് അവൻ കണ്ടെത്തി. ആരതിക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. രാജ് എന്നാണ് അവന്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആരതിയുടെ റീൽസിന് താഴെ ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അതിൽ മോശമായി കമന്റ് ഇട്ട അവരുടെ ഏരിയയിലുള്ള ഒരു പയ്യനെയാണെങ്കിൽ ഈ രാജ് പോയി അടിച്ചു. അതിന്റെ പേരിൽ അവളാകട്ടെ അവനോട് വഴക്കിടുകയാണ്. അങ്ങനെ കമന്റ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇപ്പൊ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. റീൽസ് ആകുമ്പോൾ ഒരുപാട് പേര് കമന്റ് ഇടും. അവരെല്ലാം പോയി അടിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതും എന്റെ സഹോദരി ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവില്ല എന്നാണ് രാജു പറയുന്നത്. നീ ആദ്യം റീൽസ് ഒക്കെ ചെയ്യുന്നത് നിർത്താനാണ് അവളുടെ അമ്മ അവളോട് പറയുന്നത്. മറ്റു പെൺകുട്ടികളെ പോലെ മോഡേൺ വസ്ത്രങ്ങളും ധരിക്കാതെ മര്യാദയ്ക്ക് സാരി കൊടുത്താണ് നീ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് റീൽസ് കൂടി അങ്ങ് നിർത്തിക്കൂടെ? എന്നാൽ ഞാൻ നല്ല പെൺകുട്ടി ആകാൻ വേണ്ടിയിട്ടല്ല ഞാൻ സാരി ഉടുക്കുന്നത്. എനിക്ക് സാരി ഉടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കുന്നത് എന്ന് അവൾ പറയുകയാണ്. അവളെ ആ ഒരു വീട്ടിലാകെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ അച്ഛനായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അയാൾ പറയുന്നത്. സോഷ്യൽ മീഡിയ ആകുമ്പോൾ പലരും പലതും പറയും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുറുക്കുള്ളിയാക്കേണ്ട കാര്യമില്ല. അന്ന് കിട്ടുവാകട്ടെ ആരതിയെ കണ്ട സമയത്ത് ആരതിയുടെ കൂട്ടുകാരി അവളെ പേരെടുത്ത് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവളുടെ പേര് ആരാധ്യയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആരാധ്യ എന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നേരം എടുത്തിട്ട് അവനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒടുവിൽ നമ്മുടെ ആരാധ്യയെ കണ്ടുപിടിക്കുകയാണ്. അവളുടെ ഫോട്ടോസ് എല്ലാം തന്നെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫോട്ടോസും സാരിയിൽ തന്നെയായിരുന്നു ഇട്ടിരുന്നത്. ഒരുതരം മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരെ പോലെയായിരുന്നു അവൻ ആ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അവൻ അവളുടെ എല്ലാ ഫോട്ടോസിനും ലൈക്ക് അടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആരാധ്യ നോട്ടിഫിക്കേഷൻ അതിനെ കണ്ടുകൊണ്ടാണ് ഉറക്കം എഴുന്നേക്കുന്നത്. അവൻ അവൾക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്നു. ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് പറയുന്നു. നിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ അടിപൊളിയാണ്, പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ പറ്റും. അതുകൊണ്ട് എന്റെ കൂടെ ഒരു വർക്ക് ചെയ്യണമെന്നും അവന്റെ മോഡലാകാൻ വേണ്ടിയിട്ട് അവളെ അവൻ ക്ഷണിക്കുകയായിരുന്നു. ആരാധ്യ ഇതിനെപ്പറ്റി അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. എന്നാൽ അവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു ഫോട്ടോ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവനൊരു ഫോട്ടോഗ്രാഫർ ആണെന്ന് അവന്റെ ബയോയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് വേണമെന്ന് അവർ ആലോചിച്ച് നിൽക്കുകയാണ്. ടെറസിന്റെ മുകളിൽ ഇരുന്ന് അവരിങ്ങനെ സംസാരിക്കുന്നത് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ നിന്ന് നമ്മുടെ കിട്ടുവാണെങ്കിൽ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ സഹോദരൻ അവിടേക്ക് വരികയും അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നതിന്റെ പേരിൽ ഓരോരോ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ കിട്ടു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോടത്ത് പോകുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ മാളിലേക്ക് പോവുകയാണെന്ന് സ്റ്റോറി ഇട്ടതും കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ ആരാധ്യയുടെ കൂട്ടുകാരികളുടെ കൂടെ പിറകെ പോവുകയാണ്. മാളി വെച്ചും അവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചും കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒടുവിൽ അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടുകാർ വിചാരിച്ച് അവിടുത്തെ മോഡം നന്നൊക്കെ വന്ന ആളാണെന്ന്. അതുകൊണ്ട് മോഡം മോളുടെ മുറിയിലാണെന്നും അവിടെ പോയി നോക്കാൻ പറയുന്നുണ്ട്. അത് ആരാധ്യയുടെ റൂമായിരുന്നു. അവനാണെങ്കിൽ അവിടെ എല്ലാം പോയിട്ട് അവളുടെ ഫോട്ടോസും അവളുടെ ബെഡും എല്ലാം തന്നെ പരിശോധിക്കുന്നു. പെട്ടെന്ന് അവളുടെ നായാണെങ്കിൽ അവിടേക്ക് കയറി വന്നതും അവനാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ആ ടൈമിൽ തന്നെ നെറ്റ് തിരിച്ചു വന്ന കാരണം അവർ വിചാരിക്കുന്നുണ്ട് അവൻ ശരിയാക്കിയിട്ട് ഇറങ്ങി പോയതായിരിക്കുമെന്ന്. അവൾ ഇതുവരെയും ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഓക്കെ പറഞ്ഞിട്ടില്ല. അവനാകട്ടെ അവളോടുള്ള ഭ്രാന്ത് മൂത്ത് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്തായി തീരുമാനം, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവൾക്ക് തന്നെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളുടെ റിപ്ലൈ വരാൻ വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്. ഒടുവിൽ അവളെ കാണാമെന്ന് സമ്മതിക്കുകയാണ്. ഒരു കഫയിൽ വെച്ച് ഇവർ നേരിട്ട് കണ്ടുമുട്ടുകയാണ്. അവനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൻ അധികം സ്ത്രീകളോടൊന്നും നിന്നെ സംസാരിച്ച് പരിചയമില്ല എന്ന്. എന്നാൽ നീ റിലാക്സ് ആയിട്ട് സംസാരിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട എന്നാണ് അവള് പറയുന്നത്. അവന്റെ കണ്ണ് മുഴുവൻ അവളുടെ സൗന്ദര്യത്തിലായിരുന്നു. ഫോട്ടോഷൂട്ടിനെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവളുടെ സഹോദരൻ രാജാകട്ടെ അവളെ വിളിച്ചിട്ട് കുറെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇത്രയും നേരം ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട്. അത് കാരണം അവൾക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. ഇതൊക്കെ കൊണ്ട് കിട്ടുവാനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. രാജ് കാരണമാണല്ലോ ഇവർക്കിപ്പോ സംസാരിക്കാൻ പറ്റാത്തത്. പിന്നീട് ഒരു തവണ കൂടി അവർ
അവർ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. ഈ കഫയിൽ വെച്ച് തന്നെ അവൾ അവിടേക്ക് കയറി വന്നതും ഒരാളാകട്ടെ അവളുടെ ലുക്ക് കണ്ടിട്ട് മനഃപൂർവ്വം അവളുടെ ശരീരത്തിൽ തട്ടിയിട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ കിട്ടു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരുടെ കണ്ണ് ആരാധ്യയിൽ തന്നെയായിരുന്നു. തന്നെ എന്തിനാണ് ഫോട്ടോഷൂട്ടിന് ക്ഷണിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് മനുഷ്യന്മാരുടെ ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാളുടെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നത്. അത് നിങ്ങളാണ്. അല്ലെ, സാരിയിൽ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. മോഡലാകാൻ പറ്റിയ വ്യക്തി തന്നെയാണ്. അങ്ങനെ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചെല്ലാം തന്നെ അവൻ സംസാരിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ സംസാരത്തിൽ തന്നെ ആരാധ്യ വീഴുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ആരാധ്യ അവൻ ആദ്യമേ താഴേക്ക് പറഞ്ഞു വിടുകയാണ്. നേരത്തെ അവളെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു പയ്യനാകട്ടെ ടോയ്ലറ്റിലേക്ക് പോവുകയും ഇരുന്ന ഒരു ചൂട് കോഫി എടുത്തോണ്ട് പോയിട്ട് അവൻ ആ പയ്യന്റെ മുഖത്തോട്ട് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് തന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് ഓടി അവളെയും കൂട്ടി നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അയാൾ ചെല്ലുമ്പോഴേക്കും അവൾക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള സാരി കിട്ടാത്തപ്പോൾ സെയിൽസ് സ്കെയിലിനോട് പോലും അവൻ ചൂടാകുന്നു. എന്നിട്ട് ഓരോ സാരികളായിട്ട് സെലക്ട് ചെയ്ത് അവളുടെ ശരീരത്തെ അവൻ വെച്ച് നോക്കുകയാണ്. ഇത് ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാരികൾ അവൻ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കെല്ലാം തന്നെ അവളുടെ ശരീരത്തിൽ അവൻ തൊടാൻ ശ്രമിക്കുന്നുണ്ട്. സാരി ശരിയാക്കാനും പോസ് കറക്റ്റാക്കാനും എല്ലാം തന്നെ അവളുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയും അവളെ ടച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവൾ എടുക്കുന്നത്. അവൾക്ക് അതിലൊന്നും തന്നെ വലിയ ഡിസ്കംഫോർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇവനിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് രാജ് കാണുന്നുണ്ട്. രാജ് അവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇതൊരു വർക്കാണെന്നും അതുകൊണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കണ്ട എന്നാണ് ആരാധ്യ പറയുന്നത്. 10 മിനിറ്റിനുള്ളിൽ തീർത്തിട്ട് പോകണമെന്ന് രാജ് ബഹളം വെക്കുകയാണ്. അവൻ അപ്പോഴും അവളുടെ സാരി ശരിയാക്കുന്നതൊക്കെ കണ്ടിട്ട് രാജിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. രാജ് കിട്ടുവിന്റെ കോളറി കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല എന്ന്. മേലാൽ നീ ഇനിയുള്ള പരിസരത്ത് പോലും വന്നു പോകരുതെന്ന് പറയുന്നു. അതും പറഞ്ഞ് രാജ ആരാധ്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. എന്നാൽ ആ സംഭവത്തിന് ശേഷം കിട്ടുവിന് ഭ്രാന്ത് കയറിയ അവസ്ഥയായിരുന്നു. അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്, നീ എന്റേത് മാത്രമാണെന്ന്. രാജ് ഇടക്കേറി വന്നോണ്ടല്ലേ നിനക്ക് പോകേണ്ടി വന്നത്. രാജാണ് എല്ലാത്തിനും പ്രശ്നം. നിന്റെ ആ ഒരു സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാമായിരുന്നു. അവനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. അവളെ വിവാഹം കഴിക്കണം, സ്വന്തമാക്കണമെന്നുള്ള ചിന്തയായിരുന്നു അവന്റെ മനസ്സ് മുഴുവൻ. അങ്ങനെ അവളാകട്ടെ ഒരു മേളയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് അവനാണെങ്കിൽ അവിടെ എത്തുന്നു. നേരത്തെ അവൾക്ക് വേണ്ടി എടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അവനാണെങ്കിൽ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇവിടെ അവൾ അവിടെ നിൽക്കുന്ന ഫോട്ടോസും അയച്ചു കൊടുക്കുന്നു. അവൾ അത് കണ്ടതും പെട്ടെന്ന് ഞെട്ടി. ആ ടൈമിൽ തന്നെ അവൻ മുമ്പിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നീ എന്നെ ഫോളോ ചെയ്യുകയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനൊന്നുമില്ല, നീ ഇട്ട സ്റ്റോറി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നാണ് അവൻ പറയുന്നത്. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അവനൊരു മൃഗമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമോ? എന്നാൽ സ്വന്തം സഹോദരനെ ഒരു മൃഗമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവനൊരു ഷോർട്ട് ടെമ്പേർഡ് ആണ്, അല്ലാതെ മൃഗമൊന്നുമല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടും കെയർ കൊണ്ടുമാണ് അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലാതെ നിനക്കൊരിക്കലും അവനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കാനുള്ള അധികാരമില്ല. നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നീ എന്നെ വിളിച്ചാൽ മതി. അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്നാൽ നിന്റെ ആങ്ങളെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്നിൽ നിന്നും അകലിൽ നിന്ന് ചോദിക്കുന്നു? പക്ഷെ അവള് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കുറച്ച് ദിവസമായിട്ട് അറിയൂ, അതുകൊണ്ട് നീ എന്നെ ആവശ്യമില്ലാതെ ഫോളോ ചെയ്തതാണ്. നീ നിന്റെ ജോലി നോക്കാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ പിന്നീടും അവൾ പോകുന്നിടത്തിലും തന്നെ അവൾ കാണാതെ പുതിയൊരു ഗെറ്റപ്പിൽ അവനാകട്ടെ അവൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അവൾ അവളുടെ വീടിനടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് ഇവൻ ഇതുപോലെ വേഷം മാറി വന്ന് ഇവളുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് ടെറസിൽ നിന്ന് രാജിന്റെ കൂട്ടുകാരൻ കണ്ടിട്ട് അവനെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. രാജും ആ ഒരു കൂട്ടുകാരൻ ചേർന്നിട്ട് അവനെ കുറെ തല്ലുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആരാധ്യയോടൊപ്പം കണ്ട അതേ ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഇവനെന്ന് മനസ്സിലാക്കിയതോട് തന്നെ രാജാണെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. നീ എന്താ ഒളിഞ്ഞിരുന്ന് എന്റെ സഹോദരിയുടെ ഫോട്ടോ എടുക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ബഹളം കേട്ട് ആരാധ്യ അവിടേക്ക് വരുന്നുണ്ട്. പുതിയ ഗെറ്റപ്പ് കണ്ടിട്ട് ആരാധ്യ ഞെട്ടിപ്പോയി. എന്റെ ഉദ്ദേശം എന്താണെന്ന് ആരാധ്യ അവനോട് ചോദിക്കുന്നു. എന്നാൽ താൻ വേറൊരു വർഷത്തിന് വന്നതല്ല, അവളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാജും കൂട്ടുകാർ ചേർന്നിട്ട് നല്ല ഇടി അവന് കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ആരാധ്യ കിട്ടുവിനടുത്ത് വന്നിട്ട് നീ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറയുകയാണ്. രാജിനോടും പറയുന്നുണ്ട് അവനെ അടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടതെന്ന്. അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അടിയും കൊണ്ട് വീട്ടിലെത്തി അവനാകട്ടെ അവളുടെ ഫോട്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാനാണ് നിന്നെ സ്നേഹിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ നീ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് നീ എന്നെ രക്ഷിക്കുമായിരുന്നില്ലല്ലോ. നമുക്കിടയിൽ പ്രശ്നമായി വന്നുകൊണ്ടിരുന്നത് നിന്റെ ചേട്ടൻ രാജാണ്. അതുകൊണ്ട് അവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെ അവളും അവളുടെ കൂട്ടുകാരികളും ഒരു എക്സ്പോ കാണാൻ വേണ്ടി പോയ സമയത്ത് അവൻ അവിടെ ചെന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ ചേട്ടൻ അറിയില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഇതൊക്കെ കേട്ടിട്ട് അവളാണെങ്കിൽ വല്ലാണ്ട് പേടിച്ച് വിളിക്കുകയായിരുന്നു. ഇവനെന്താ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സൈക്കോളെ പോലെയാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിന്റെ ചേട്ടനെ ഞാൻ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോകുന്നു. എന്നാൽ രാജ് അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അവനെ പോലെ ഒരുത്തനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാജു പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവനെ എവിടെയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നീ ഒന്ന് വിളിക്ക്. രാജ് അങ്ങനെ പറഞ്ഞതും ആരാധ്യ പെട്ടെന്ന് തന്നെ കിട്ടുന്ന മെസ്സേജ് ഇടുന്നു ഒരു കഫേയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരാധ്യക്ക് പകരം അവിടേക്ക് ചെല്ലുന്നത് രാജായിരുന്നു. അവന്റെ മുന്നിൽ പോയിരുന്നില്ല, ഒളിഞ്ഞിരുന്ന് അവന് വീക്ഷിക്കുകയായിരുന്നു. കുറെ നേരമായിട്ട് ആരാധ്യ കാണാത്ത കാരണം കിട്ടുവാകട്ടെ ആരാധ്യക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്നെ ഇങ്ങോട്ട് വിടാതിരിക്കുന്നത് നിന്റെ ചേട്ടനായിരിക്കും അല്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും അവനെ കൊല്ലും, നമുക്കിടയിൽ ഒരിക്കലും അവൻ ഇനി വേണ്ട എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവനെ ഫോളോ ചെയ്ത് പോയി രാജാകട്ടെ അവന്റെ വീട് കണ്ടുപിടിക്കുന്നു. കിട്ടുവിന്റെ വീട്ടിലെത്തി രാജും കൂട്ടുകാരും ചെന്നിട്ട്
വന്നിട്ട് കിട്ടുവിനെ ഒരുപാട് ഇടിക്കുന്നുണ്ട്. അവിടെ അവളുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് രാജാകട്ടെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. ആരാധ്യയോട് അവൻ എന്ത് തരത്തിലുള്ള ഭ്രാന്താണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ആ സംഭവത്തിന് ശേഷം അന്ന് രാത്രി ആരാധ്യക്ക് അവൻ മെസ്സേജ് വരികയാണ്, ഞാൻ നിന്റെ ചേട്ടനെ മാത്രമല്ല നിന്റെ അച്ഛനെയും അമ്മയും എല്ലാരും കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അതോടെ ആരാധ്യ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. പുറത്തോട്ട് നോക്കിയപ്പോൾ കിട്ടു ഇവിടെ പുറത്തു നിന്ന് നിൽപ്പുണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് വീട്ടുകാരുടെ കാര്യം പറഞ്ഞു. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയായി തുടങ്ങിയിരുന്നു. എന്നാൽ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ പറയുന്നതും കേട്ട് മോള് പേടിക്കേണ്ട കാര്യമില്ല. അയാളുടെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനോട് അയാളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരത് ഡീൽ ചെയ്തോളെന്ന് പറയുകയാണ്. അങ്ങനെ കിട്ടുവിനെ പോലീസുകാർ കസ്റ്റഡി എടുക്കുന്നുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കിട്ടു പറയുന്നത് ആരാധ്യയും ഞാനും പ്രണയത്തിലാണെന്നും അവളുടെ വീട്ടുകാർ അവളുടെ മനസ്സ് മാറ്റി തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണെന്നുമാണ് അവൻ പറയുന്നത്. പക്ഷെ ആ പോലീസുകാരൻ പറയുന്നുണ്ട് അവളുടെ വീട്ടുകാർ മാത്രമല്ല കംപ്ലൈന്റ് എന്നത്, ആ ഒരു പെൺകുട്ടി നേരിട്ട് പഠിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ അവളുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും അവൾ പറഞ്ഞു. പക്ഷെ കിട്ടു അപ്പോഴും അതൊന്നും വിശ്വസിക്കാതെ പോലീസുകാരോട് പറയുന്നുണ്ട് എന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതാണെന്ന്. അവന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി അവന് കുറച്ച് വട്ടുണ്ടെന്ന്. അവനെ നന്നായിട്ടൊന്ന് വിരട്ടിയിട്ട് പോലീസുകാരാണെങ്കിൽ അവന് വിട്ടയച്ചു. എന്നാൽ അന്ന് രാത്രിയാണെങ്കിൽ അവനാകട്ടെ ആരും അറിയാതെ ആരതിയുടെ വീട്ടിലേക്ക് കടക്കുകയാണ്. അവളുടെ നായക്ക് എന്തോ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് നൽകുന്നു. അത് കഴിച്ചിട്ട് നായയാണെങ്കിൽ ചത്തുപോയി. അതിനുശേഷം ഉള്ളിലേക്ക് കടന്നിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങിക്കിടന്ന ആരതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ ശരീരത്തിൽ നിന്നും പുതപ്പെടുത്ത് മാറ്റിയിട്ട് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അതിനുശേഷം അവളുടെ അലമാര തുറന്നിട്ട് കുറച്ച് സാരിയും ബ്ലൗസും ഒക്കെ എടുത്തുകൊണ്ട് പോയി. ഇന്ന് രാവിലെ തങ്ങൾ സ്നേഹിച്ചു വളർത്തിയ തങ്ങളുടെ നായ ചത്തെടുക്കുന്നത് കണ്ടിട്ട് അവർ ആകെ തകർന്നു പോയി. ഇതിന്റെ പിറകിൽ കിട്ടുവാണെന്ന് അവർ ഊഹിച്ചതുപോലുമില്ല. കിട്ടുവാകട്ടെ ആരതിയുടെ സാരിയില്ലെന്ന് തന്നെ തന്റെ ശരീരത്തിലേക്ക് ചുറ്റി അതിന്റെ മണമില്ലെന്ന് തന്നെ ആസ്വദിക്കുകയായിരുന്നു. നിനക്കും എനിക്കും ഇടയിൽ വരുന്നത് ഒരു നായയാണെങ്കിൽ ശരി, അതിനെ പോലും ഞാൻ ഇല്ലാതാക്കുമെന്ന് കിട്ടു സ്വയം പറയുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആരാധ്യ വീടിന് പുറത്തിറങ്ങിയതും അവനാണെങ്കിൽ അവളുടെ പിറകിൽ കൂടി വന്നിട്ട് അവൾ അറിയാണ്ട് അവളെ ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവളെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ബോധം വന്ന അവളാകട്ടെ തന്നെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അവനാകട്ടെ അവളെ കുറെ തല്ലുകയാണ്. നീ നമ്മുടെ പ്രണയമെല്ലാം മറന്നുപോയോ, എന്തിനാണ് പോലീസുകാരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട് നിന്റെ വീട്ടുകാർ കാരണമാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കുറച്ചു കാലം നീ നിന്റെ വീട്ടുകാരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലത്. തൽക്കാലം നീ അവരിൽ നിന്നൊക്കെ അകന്ന് നീ കുറച്ചാലും ഇവിടെ നിൽക്ക്. എന്തായാലും ഭാവിയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ, നമുക്ക് കല്യാണം കഴിക്കേണ്ടേ, അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിൽക്ക് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അവളാകട്ടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവളുടെ കയ്യിലെ കെട്ടഴിച്ചിട്ട് അവളോട് അവൻ സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ആദ്യം കണ്ട സമയത്ത് നീ സാരി എടുത്ത് നിൽക്കുകയായിരുന്നു. നീ മറ്റേതെങ്കിലും ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നിന്നോട് എനിക്ക് ഇത്രയും സ്നേഹം തോന്നില്ലായിരുന്നു. നിന്നെ ആ സാരി എടുത്ത് കണ്ടപ്പോൾ മാത്രമാണ് എനിക്ക് ഇത്രയും നിന്നോട് ഇഷ്ടം തോന്നാൻ കാരണം. അതിനുശേഷം മറ്റൊരു പെണ്ണിനെ പോലും എനിക്ക് നോക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ആരോടും അത്രയധികം ഇഷ്ടം തോന്നിയിട്ടില്ല. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കെട്ടിടത്തിന്റെ അടുത്തേക്ക് വേറൊരാളിങ്ങനെ നടന്നു വരുന്നതായിട്ട് തോന്നുന്നു. ആളനക്കം കഴിട്ടതും അവളാകട്ടെ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന കിട്ടുവാകട്ടെ ഒറ്റയടിക്ക് അവളെ നിലത്തിടുന്നു. അവളുടെ ബോധം പോയിട്ടുണ്ട്. പുറത്ത് കയറി വന്ന ആ ഒരു വ്യക്തി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അയാൾ അവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ അയാളോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ഫോണൊന്ന് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയതും അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഏത് വഴിയാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ആ ഒരു വാതിൽ കാണിച്ചു തരാൻ പറയുന്നു. എന്നാൽ അയാളെയും കൂട്ടി വാതിലടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അത് പൂട്ടിയിരിക്കുകയായിരുന്നു. പലയിടങ്ങളിലും പോയി നോക്കുന്നുണ്ടെങ്കിലും എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ആ ടൈമിനുള്ളിൽ തന്നെ കിട്ടുവാകട്ടെ ബാക്കിലൂടെ വന്നിട്ട് അയാളെ തലക്കടിക്കുന്നു. അടികൊണ്ട് താഴെ വീണ് അയാളുടെ മുഖത്തേക്ക് വീണ്ടും ചുടുകട്ട കൊണ്ട് ഇടിച്ചിടിച്ച് അയാളെ കൊല്ലുകയാണ്. ആ രക്തമെല്ലാം തന്നെ ആരാധ്യയുടെയും അവന്റെ മുഖത്തേക്കും വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും പേടിച്ചു പറിച്ചിരിക്കുകയായിരുന്നു ആരാധ്യ. ഇവനോട് ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തന്നെ ഉപദ്രവിക്കുന്ന അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനോട് സ്നേഹത്തിൽ പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു അവളുടെ ഉദ്ദേശം. കുറച്ച് കഴിഞ്ഞിട്ട് അവളാകട്ടെ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ആദ്യമൊന്നും അവന് വിശ്വാസമായില്ല. അവൾ മാക്സിമം അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകാം, വീട്ടുകാരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം, നമുക്ക് വിവാഹം കഴിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലുമല്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അതും പറഞ്ഞ് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അവള്. കുറച്ച് കഴിഞ്ഞിട്ട് തനിക്ക് വിശക്കുന്നു അവൾ പറയുന്നുണ്ട്. ഫുഡ് എടുക്കാൻ വേണ്ടി അവൻ പോയ സമയത്ത് അവൻ നേരത്തെ കൊന്ന ആളുടെ ഫോൺ എടുത്തിട്ട് അവൾ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കിട്ടുവാകട്ടെ ബാക്കിലൂടെ വരുന്നുണ്ട്. ഈ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനൊന്നും അല്ല, ഞാൻ ഇവിടേക്ക് വെറുതെ വന്ന് നിൽക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അവൻ കൊടുത്ത ആഹാരം എല്ലാം തന്നെ അവൾ കഴിക്കുന്നുണ്ട്. നമ്മൾ എത്രയെന്ന് വെച്ചാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്, നമുക്ക് പുറത്തേക്ക് പോകാം, പോയി വിവാഹം കഴിക്കാമെന്നാണ് അവൾ വീണ്ടും വീണ്ടും പറയുന്നത്. ഒടുവിൽ അവൻ പറയുന്നുണ്ട്, ശരി നമുക്ക് പുറത്തു പോകാം, അതിനു മുമ്പ് ഒരു സെലിബ്രേഷൻ നടത്തണം, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നിനക്ക് ഒരു സർപ്രൈസ് ഞാൻ തരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അങ്ങനെ അവന് അവിടെ ഇല്ലെന്നെ മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു കേക്കും കൊണ്ടുവരുന്നുണ്ട്. അവളുടെ ബാക്കിലൂടെ വന്നിട്ട് കെട്ടി പിടിച്ചിട്ട്
അവളുടെ കൂടെ ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം മടിയിലേക്ക് അവളെ പിടിച്ചിരുത്തിയിട്ട് അവളുടെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവളുടെ കണ്ണ് കണ്ട് അവൻ ഒരുപാട് ഇഷ്ടമായെന്നും പിന്നെ നിന്റെ സാരിയിലുള്ള ലുക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പക്ഷെ നിനക്കും എനിക്കും ഇടയിൽ വില്ലനായി വന്നത് നിന്റെ സഹോദരനാണ്. അവൻ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് നമുക്ക് കൊടുക്കണം, കൊടുത്തല്ലേ പറ്റൂ, അതൊക്കെ നമുക്ക് കൊടുക്കാം, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാം എന്നാണ് അവള് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്തായാലും നിനക്ക് കാണേണ്ടേ. അതും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ ഒരു കബോർഡ് തുറക്കുമ്പോഴാകട്ടെ അവൻ ഓൾറെഡി തന്നെ ആ രാജിനെ ഇടിച്ചിട്ട് ആ ഒരു കബോർഡിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ആരാധ്യയാണെങ്കിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൾ നിലവിളിക്കുന്നത് കേട്ടിട്ട് കിട്ടു പറയുന്നുണ്ട്, നിനക്ക് എന്നോട് സ്നേഹവും ഇല്ല, ഇപ്പോഴും രാജിനോടാണ് സ്നേഹം, നിന്റെ സഹോദരൻ സ്നേഹിക്കുന്നതിന്റെ അത്രയും പോലും നീ എന്നെ സ്നേഹിക്കുന്നില്ല, എങ്കിൽ അവന് വേണ്ടി നീ ഒരിക്കലും ഇങ്ങനെ കരയില്ല. അതും പറഞ്ഞുകൊണ്ട് രാജിനെ ആണെങ്കിൽ ഒരു കസേരയിലേക്ക് കെട്ടിയിട്ടിട്ട് അവൻ കയ്യിലേക്ക് കത്തി കൊണ്ട് കുത്താൻ ശ്രമിക്കുകയും അവൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവന്റെ വിരലുകൾ ഓരോന്നായിട്ട് വെട്ടി നുറുക്കാനായിട്ട്. ആരാധ്യയാണെങ്കിൽ ആകെ വിറച്ചു നിൽക്കുകയായിരുന്നു. സ്വന്തം സഹോദരനെ ഉപദ്രവിക്കാൻ അവൾക്ക് സാധിക്കില്ല, പക്ഷേ ഈ സൈക്കോയുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടെങ്കിലേ പറ്റൂ. അവൾ അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോഴാണ് അവൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ഞാൻ തരുന്ന ഈ ഒരു സാരി എടുത്തിട്ട് വാ. ഈ ഒരു സാരി നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തതാണ്, അത് നീ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്റെ വീട്ടിലൊരു ദിവസം കയറിയിട്ടുണ്ടായിരുന്നു, എന്റെ ആ ഒരു നായ്ക്കുട്ടിയില്ലേ അതിനെ കൊന്നതും ഞാൻ തന്നെയാണ്. ഇത് കേട്ടതും രാജുവും അവളും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവളോട് സാരി മാറി വരാൻ അവൻ പറയുന്നു, എന്നാൽ തന്റെ മുന്നിൽ നിന്ന് തന്നെ മാറണമെന്നും അവൻ പറയുന്നുണ്ട്. അവൾ ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് രാജുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സ്വന്തം സഹോദരിയോട് ഒരുത്തൻ തന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ കിട്ടുവിന് മുന്നിൽ വെച്ച് തന്നെ അവൾ സാരി ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും കിട്ടു ആകട്ടെ അവളുടെ കയ്യിലേക്ക് കത്തി കൊടുക്കുന്നുണ്ട്. രാജന്റെ വിരലുകൾ മുറിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് രാജനാകട്ടെ തന്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് കിട്ടുവുമായിട്ട് ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് കിട്ടു ആകട്ടെ അവിടെ ഇരുന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് രാജന്റെ ശരീരത്തിലേക്ക് കുത്തി കയറ്റുന്നു. രാജനും കിട്ടുവിനും ആരാധിക്കും എല്ലാം തന്നെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒടുവിലെ കുത്തുകൊണ്ട് രാജൻ താഴെ വീഴുകയാണ്. സ്വന്തം സഹോദരനോട് അവൻ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത ആരാധ്യയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്തിട്ട് കിട്ടുവിനെ കുത്തുന്നു. എന്നിട്ട് അവനാകട്ടെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവളാകട്ടെ തന്റെ സ്വന്തം സാരി എടുത്തിട്ട് കിട്ടുവിന്റെ കഴുത്തിലിട്ട് ബലമായി ചുറ്റുന്നുണ്ട്. തന്റെ സഹോദരനോടും തന്നോട് ചെയ്ത എല്ലാത്തിനും പക വീട്ടുകയായിരുന്നു അവള്. അങ്ങനെ ആ ഒരു സീന് അവിടെ കട്ടായിക്കൊണ്ട് പിന്നീട് കാണിക്കുന്നത് അവൾക്ക് ഹോസ്പിറ്റലിൽ ബോധം തെളിയുന്നതാണ്. തന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് രാജു മരിച്ചു എന്ന്. ആരാധ്യ ശരിക്കും തകർന്നു പോയിരുന്നു. താൻ കാരണമാണ് തന്റെ ചേട്ടൻ ഇങ്ങനൊരു അവസ്ഥ വന്നത്. വീട്ടിലെത്തി അവളാകട്ടെ ആദ്യം ചെയ്യുന്നത് തന്റെ സാരി എടുത്ത് മാറ്റി മോഡേ വസ്ത്രം ധരിക്കുകയാണ്. അത്രയും നാള് തന്റെ കയ്യിലുണ്ടായ സാരിയെല്ലാം തന്നെ അവൾ വീടിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് കത്തിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെ ഉണ്ടായിരുന്ന മൂവി? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കൂടുതൽ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.